അസർ നിസ്കാരം 3:30 നമ്മുടെ നാട്ടുകാർ തീരുമാനിക്കും നമുക്കൊരു 4:30 മണിക്ക് മയ്യത്തെടുക്കാം, 5 മണിക്ക് പള്ളിയിലെത്തും, 15 മിനിറ്റ് കൊണ്ട് നിസ്കാരം കഴിയാം, 6 മണിക്ക് മഗ്‌രിബ് വാങ്ങാം. അതിന്റെ മുമ്പ് മയ്യത്ത് മറവ് ചെയ്യണം. അന്നുവരെ നമ്മളെ കെട്ടിപ്പിടിച്ചിരുന്ന നമ്മുടെ ആളുകൾ ആ മയ്യത്തിനെ വെറും നിലത്ത് വെച്ച്, വെറും നിലത്ത്, ഒരു തലയിണയില്ല, ഒരു വിരിപ്പില്ല, വെറും നിലത്ത് വെച്ച് അതിന്റെ മേലെ സ്ലാബുകൾ വെച്ച് ചെറിയ പഴുതുണ്ടെങ്കിൽ നനഞ്ഞ മണ്ണുകൊണ്ട് ആ പഴുതുകളൊക്കെ അടച്ച് ആ ഇരുട്ടിന്റെ ലോകത്ത് നമ്മളെ തനിച്ചാക്കി അതിന്റെ മേലെ മണ്ണിട്ട് മൂടി നമുക്ക് സലാം പറഞ്ഞ് അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങും. നമ്മൾ കിടന്നിരുന്ന കട്ടിലുണ്ട് വീട്ടിൽ, നമ്മുടെ തലയിണയുണ്ട് വീട്ടിൽ, നമ്മുടെ പുതപ്പുണ്ട് വീട്ടിൽ, നമ്മുടെ കിടക്കയുണ്ട് വീട്ടിൽ. പക്ഷെ ഒരാളും ചിന്തിച്ചില്ല, നമ്മുടെ ഉമ്മ പോലും ചിന്തിച്ചില്ല, നമ്മുടെ ബാപ്പ പോലും ചിന്തിച്ചില്ല, പടച്ചോനെ എന്റെ കുട്ടിക്കൊരു തലയിണ കൊടുക്കട്ടെ. അതൊന്നല്ല രസം, അതൊന്നുമല്ല രസം. നമ്മൾ വൈകുന്നേരം സ്കൂള് വിട്ട് 6 മണിക്ക് നമ്മൾ വരുന്നത് ഒരു പള്ളിപ്പറമ്പിന്റെ അടുത്തുകൂടിയാണെങ്കിൽ, ആ പള്ളിപ്പറമ്പിന്റെ അടുത്തുകൂടി വരുന്നത് നമുക്ക് പേടിയാണെങ്കിൽ, 6 മണിക്ക് നമ്മൾ നേരം വൈകുമ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലെ അനുജനോടോ അനുജത്തിയോടോ നമ്മുടെ ഇക്കാക്കയോടോ ഇത്താത്തയോടോ പറയും, എടാ ഒന്നങ്ങോട്ട് പോയി ഇന്ന് കൊടുക്ക്, മോള് വരുന്നുണ്ട്, ഓൾക്ക് ആ പള്ളിന്റെ അടുക്കൂടെ ഒറ്റക്ക് വരാൻ വേണ്ടി പേടിയാണ്. അപ്പൊ അനുജന്മാർ ഇമ്മ 5:30 മണിയായിട്ടുള്ളൂ, ഇപ്പൊ തന്നെ പേടിയാ. ആ ഓൾക്ക് പേടിയല്ലേ, മോൻ ഒന്ന് പോയി നിന്ന് കൊടുക്ക്, അവള് പോന്നോട്ടെ എന്ന് പറയും. അത്ര നമ്മൾ പേടിയാവാതെ നമ്മളെ സുരക്ഷിതമായി സൂക്ഷിച്ച നമ്മുടെ മാതാപിതാക്കൾ ആ മരിച്ച ദിവസം രാത്രി പട്ടാപകല് പോലും നമ്മൾ കടന്നു ചെല്ലാൻ പേടിക്കുന്ന ആ പള്ളിപ്പറമ്പിന്റെ ഇരുട്ടിൽ നമ്മൾ ഒറ്റക്കാണ്, ആ കുഴിമാടത്തിൽ നമ്മൾ ഒറ്റക്കാണ്, തുണക്കാരുമില്ല, വെളിച്ചത്തിന്റെ ഒരു കഷ്ണം പോലും ഇല്ലാത്ത ആ ഇരുട്ടിന്റെ ഒറ്റമുറിയിൽ എന്റെ മകൾ തനിച്ചാണ്, എന്റെ മകൻ തനിച്ചാണ്. അവന് പേടിയാകും. അതുകൊണ്ട് ഇത്തിരി നേരം ഞാൻ അവന് ഖബറിന്റെ അടുത്ത് പോയി കൂട്ടിരുന്നു കൊടുക്കട്ടെ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ എന്റെ പ്രിയപ്പെട്ട മക്കള് ആർക്കും തോന്നൂല. ഒരുപക്ഷെ നമ്മുടെ ഉമ്മ കമിഴ്ന്ന് കിടന്ന് കരയുന്നുണ്ടാവാ, നമ്മുടെ ബാപ്പ ആശ്വസിപ്പിക്കുന്നുണ്ടാവാ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അവരുടെ മുറികളിൽ നിറഞ്ഞ കണ്ണും തുടച്ച് വിജനതയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവാ. പക്ഷേ വിജനമായ ഇരുട്ടിന്റെ കബറിടത്തിൽ എന്റെ മകൻ തനിച്ചാണ്, അതുകൊണ്ട് ഞാൻ അവർക്കൊരു കൂട്ടിരിക്കട്ടെ എന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾക്കും തോന്നൂല.